കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്താൽ നല്ലൊരു ജോലി കിട്ടുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് നല്ലൊരു ഡിഗ്രി മാത്രം വാങ്ങിക്കൊടുത്താൽ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? സത്യം പറഞ്ഞാൽ നമ്മളുടെ ഭൂരിഭാഗം പേരുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടല്ലേ? പക്ഷെ ഇതൊക്കെ തന്നെയാണോ ശരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഡിഗ്രി ആയിട്ട് പുറത്തിറങ്ങുന്നത് അല്ലേ? പക്ഷെ അവരിൽ എത്ര പേർക്ക് അവർ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ജോലി കിട്ടുന്നുണ്ട്? കണക്കുകൾ നോക്കിയാൽ സത്യം ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്ത് ഡിഗ്രി നേടിയവരിൽ ഏകദേശം 15% പേർക്ക് മാത്രമാണ് അവരുടെ പഠന മേഖലയിൽ ജോലി ലഭിക്കുന്നത്. ബാക്കിയുള്ളവർ ഒന്നെങ്കിലും പഠിച്ചതുമായിട്ട് ബന്ധമില്ലാത്ത ജോലിയായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്നത് 2000-കളിലല്ല, ഇത് 2025 ആണ്. ലോകം ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരു ഡിഗ്രി മാത്രം പോരാ ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു സ്കില്ല് ഉണ്ടോ എന്നതാണ് പ്രധാനം. അതായത് ഒരു കഴിവ്. ആ കഴിവ് ഏതായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും ഭാവിയിൽ വളർച്ചാ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു സ്കില്ലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് കോളേജുകളിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള ഒരു ലൈഫ് സ്കിൽ വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായിട്ടും പഠിപ്പിക്കാത്തത്? ഒരു ബിരുദം കൊടുക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നതല്ലേ ഏറ്റവും നല്ലത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഓപ്ഷണൽ കോഴ്സ് ആയിട്ട് കാണേണ്ട ഒന്നല്ല, ഇതൊരു അടിസ്ഥാന ആവശ്യകതയാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ ഇനി കോളേജുകളിൽ ഇല്ലെങ്കിൽ കൂടി ഡിഗ്രിക്കൊപ്പം ഈ സ്കില്ല് പഠിച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ലോക ജനസംഖ്യയുടെ ഏകദേശം 65% ആൾക്കാരും ഇന്ന് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. അതായത് 5 ബില്യണിലധികം ആളുകൾ. ഇത്രയും വലിയൊരു മാർക്കറ്റാണ് ഓൺലൈനിലുള്ളത്. പക്ഷെ ഇന്ത്യയിലെ ഏകദേശം 80% ബിസിനസ്സുകളും സ്വന്തമായിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തവരാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് ഒരവസരം. ഒരു ഡിജിറ്റൽ മാർക്കറ്റ് അഥവാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിവുള്ള ഒരാൾക്ക് എത്ര വലിയൊരു തൊഴിൽ സാധ്യതയാണ് ഈ മേഖലയിലുള്ളതെന്ന് ഈ കണക്കുകൾ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ശരിക്കും എന്താണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്? അതിലൂടെ എങ്ങനെയാണ് പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെയോ സർവീസിനെയോ ആളുകളിലേക്ക് എത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. ഇത് ഒരു കാര്യമല്ല, ഇതിന് ഒരുപാട് വശങ്ങളുണ്ട്. ഓരോ വശങ്ങളിലും നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ പറ്റിയ ഒരുപാട് വഴികളും ഉണ്ട്. നിങ്ങൾ ദിവസവും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സ്ആപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവരല്ലേ? ഈ പ്ലാറ്റ്ഫോമുകളിൽ ബിസിനസ്സുകൾക്ക് വേണ്ടി പരസ്യം ചെയ്യാനും അവരുടെ പോസ്റ്റുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും പഠിച്ചാൽ അതൊരു വരുമാന മാർഗമാണ്. ഇതിനെ നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയും. അതുപോലെ തന്നെ എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് ഗൂഗിളിലായിരിക്കും തിരയുക അല്ലെ? ഒരു വെബ്സൈറ്റ് ഗൂഗിളിന്റെ ആദ്യ പേജിൽ വരാൻ ചില വിദ്യകളുണ്ട്. അതാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ SEO. ഇത് പഠിച്ചാൽ കമ്പനികളുടെ വെബ്സൈറ്റുകൾ ഗൂഗിളിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതിന് വലിയ ഡിമാൻഡ് ആണ്. ഒരു പ്രോജക്റ്റിന് ലക്ഷങ്ങൾ വരെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഗൂഗിളിൽ തിരയുമ്പോൾ ആദ്യമൊക്കെ ആഡ് എന്ന് എഴുതി കാണിച്ച ചില ലിങ്കുകൾ നിങ്ങൾക്ക് കാണാറില്ലേ? അത് പൈസ കൊടുത്ത് ചെയ്യുന്ന പരസ്യങ്ങളാണ്. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പെയ്ഡ് അഡ്വർടൈസിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. കണ്ടന്റ് മാർക്കറ്റിംഗ് വഴി നല്ല ബ്ലോഗ്സ് എഴുതുക, ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ടാക്കുക, നല്ല പോസ്റ്റ് ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്ത് കമ്പനികൾക്ക് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കും. കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് ഓഫറുകളും വിവരങ്ങളും മെയിലായിട്ട് വരാറില്ലേ? കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്ന ഇമെയിൽ മാർക്കറ്റിംഗ് വഴി നല്ല വരുമാനം നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. മറ്റൊരാളുടെ ഉൽപ്പന്നം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ സോഷ്യൽ മീഡിയ വഴി അറിയുന്നവർക്കോ പരിചയപ്പെടുത്തി കൊടുത്ത് ആ ഉൽപ്പന്നം അവർ വാങ്ങിയാൽ നിങ്ങൾക്കൊരു കമ്മീഷൻ കിട്ടുന്ന അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് വഴിയും നിങ്ങൾക്ക് ഒരുപാട് പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മൊബൈൽ മാർക്കറ്റിംഗ്, ഡേറ്റ അനലിറ്റിക്സ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളോടും അവരുടെ മാതാപിതാക്കളോടുമായിട്ടാണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ഡിഗ്രി കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഭാവിയിലേക്ക് ഉപകരിക്കുന്ന ഒരു സ്കിൽ, പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കില്ല് അവരെ നേടാൻ പ്രേരിപ്പിക്കുക. കോളേജുകൾ ഈ സ്കില്ല് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ഓപ്ഷണൽ കോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ വെറും ഒരു തിയറി ക്ലാസ് മാത്രമായിട്ടായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ പഠിച്ചാൽ പോരാ, പകരം പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം. ഇനി ഡിഗ്രി പഠിക്കുമ്പോൾ അതിന്റെ കൂടെ എങ്ങനെ പഠിക്കാമെന്ന് ആലോചിക്കുകയാണ് നിങ്ങളെങ്കിൽ അതിനുള്ള വഴിയാണ് ഓൺലൈനായി പഠിക്കുക എന്നുള്ളത്. ഈ ചാനൽ ത്രൂ നമ്മൾ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീ കണ്ടന്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം 1 മണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല മെന്റേഴ്സിന്റെ പരിശീലനത്തിൽ ഒരുപാട് വർക്കുകൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു വഴി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എൻജിയുടെ AI ഇന്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഈ കോഴ്സ് പഠിച്ച് ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു പെയ്ഡ് ജോലിക്ക് സാധ്യത ഏറെയാകും. ചിലപ്പോൾ ഡിഗ്രി കഴിയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വരുമാനം നേടാനും സാധിക്കും.
സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ തങ്ങളുടെ ബിസിനസ് ലോകത്തെ അറിയിക്കാനും ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ജോലി ചെയ്യാനും സാധിക്കുന്ന ഒരു സ്കില്ലാണിത്. അപ്പോ പേരൻസിനോടായിട്ടാണ്, നിങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങൾ കൊടുക്കുന്ന ഡിഗ്രി മാത്രം മതിയാകില്ല, അവർക്ക് കാലത്തിനൊത്ത കഴിവുകൾ കൂടി നൽകണം. ഒരു ഡിഗ്രിക്ക് ലക്ഷങ്ങൾ മുടക്കുന്ന നമ്മള് അവർക്കൊരു സ്കില്ല് നേടാൻ കുറച്ച് പണം മുടക്കാൻ മടിക്കരുത്. അപ്പോ വെറുതെ ഡിഗ്രി കഴിഞ്ഞ് ജോലിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലോട്ടേക്ക് നിങ്ങൾ അവരെ എത്തിക്കാതിരിക്കുക. ഡിഗ്രിയോടൊപ്പം ഒരു സ്കില്ല് കൂടി നേടാം. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ. ഫ്രീ കോഴ്സ് കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. See you in the next one.